പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഡിസംബർ 20 വരെയാണ് സമ്മേളനം. വയനാടിന്റെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും നാളെ നടക്കും. പാർലമെന്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഏതു ഭാഷയും എളുപ്പത്തിൽ വഴങ്ങുന്ന പ്രിയങ്ക മലയാള പഠനവും പതിയെ ആരംഭിച്ചതായാണ് വിവരം. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേരും. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,10,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്യാംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. വയനാട്ടിൽ 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് പ്രിയങ്കയുടെ മിന്നും ജയം. 6,22,338 വോട്ടുകൾ പ്രിയങ്ക ആകെ നേടിയപ്പോൾ രണ്ടാമതെത്തിയ LDFന്റെ സത്യൻ മൊഗേരി 2,11,407 വോട്ടുകളാണ് നേടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 10,99,039 വോട്ടുകളാണ് BJPയുടെ നവ്യ ഹരിദാസൻ ലഭിച്ചത്. ഏത് സാധാരണക്കാർക്കിടയിലും അവരിൽ ഒരാളായി മാറാൻ കഴിയുന്ന ശരീരഭാഷ, വേദനിക്കുന്നവരെ സങ്കോചങ്ങളില്ലാതെ ചേർത്ത് പിടിക്കുന്ന മനസ്സ്, ആവേശത്തോടെ കത്തിക്കയറുന്ന രാഹുലിൻ്റെ പ്രസംഗശൈലിയോ ഇന്ദിരയുടെ കർക്കശ്യമോ അല്ല. ശാന്തതയാണ് അവർക്കായുധം. പക്ഷേ സ്വരം കടുപ്പിക്കേണ്ടിടത്ത് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി എത്തും. ശത്രുവിനൊഴികെ മറ്റൊരാൾക്കും വേദനിക്കില്ലെന്ന ഉറപ്പോടെ പ്രിയങ്ക ഇനി വയനാടിൻ്റെ പ്രിയങ്കരിയാണ്. കന്യാംഗത്തിലെ തകർപ്പൻ വിജയം ദേശീയ നേതാവിലേക്കുള്ള ആദ്യ ചവിട്ടുപടി കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് വയനാടിന് ദേശീയ ശ്രദ്ധ ഇത്രയധികം ലഭിച്ചതും. UDFന്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ രാഹുലിൻ്റെ പിൻഗാമിയായി പ്രിയങ്ക എത്തിച്ചപ്പോൾ വിജയത്തെക്കുറിച്ചാരും ചിന്തിച്ചില്ല. അറിയാനുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങൾ. 4,31,770 എന്ന രാഹുലിൻ്റെ ചരിത്ര ഭൂരിപക്ഷം മറികടക്കുമോ എന്നത്. എത്ര വോട്ട് നേടും റെക്കോർഡ് ഭേദിക്കാനായില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ അവരുണ്ട്. 4,10,931 എന്ന മാജിക്കൽ നമ്പറുമായി വയനാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രണ്ടാമത്തേത്. ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിൽ രാഹുലിന് ഒപ്പമെത്താനായില്ലെങ്കിലും രാഹുലിനേക്കാൾ മികച്ച പ്രകടനം പ്രിയങ്ക കാഴ്ചവെച്ചുവെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നതും. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.